അതിനാൽ വലിയ ആശങ്കയോടെയാണ് ഞങ്ങൾ അവിടെ രാത്രി ചിലവഴിച്ചത്. കേവലം 6 മുതൽ 8 കിലോമീറ്റർ മാത്രമാണ് ഇനി ഞങ്ങൾക്ക് നടന്നു തീർക്കാൻ ഉണ്ടായിരുന്നത്. നേരം പുലരുന്നതിനും വളരെ മുൻപ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഈ ഭാഗത്ത് വെച്ചാണ് ടിബറ്റിലെ ബുദ്ധമതക്കാരും ബോൺ മതക്കാരും അവരുടെ പരിക്രമണം ആരംഭിക്കുന്നത്. മടക്കയാത്രയിൽ മലനിരകൾക്കിടയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്ന് ഞങ്ങൾ വെറുതെ ആശിച്ചിരുന്നു എന്ന് പറയാം. നമസ്കാരം. കൈലാസ തീർത്ഥത്തിന്റെ 15ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് പരീക്ഷണങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഡോൾമ പാസയിലെ കഠിനമായ മലകയറ്റവും ആത്മീയത നിറഞ്ഞ ഗൗരികുണ്ടിലെ കാഴ്ചകളുമാണ്. ഒപ്പം തന്നെ ലൈവ് നൽകിയത് കൊണ്ട് ചൈനീസ് പോലീസിന്റെ ഇടപെടലും ക്യാമറകൾ പിടിച്ചെടുത്ത ആശങ്കകളും എല്ലാം മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ പരിക്രമണത്തിലെ 2ാം ദിവസത്തെ ബേസ് ക്യാമ്പായ സുദുൽപൂക്കിൽ എത്തിച്ചേരുന്നത്. ആ കാഴ്ചയിലാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. വൈകുന്നേരത്തോടെ സുദുൽപൂക്കിലെത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തളർന്നു പോയിരുന്നു. 2 ദിവസത്തെ കഠിനമായ കാൽനട യാത്രയും ഓക്സിജന്റെ കുറവും അതിശക്തമായ മഞ്ഞും കാറ്റുമെല്ലാം ചേർന്ന് ശരീരത്തിൻ്റെ സകല ഊർജവും ചോർത്തിക്കളഞ്ഞിരുന്നു. എനിക്ക് നല്ല പനിയും തലവേദനയും അനുഭവപ്പെട്ടു. ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ കടുത്ത പനി വരുന്നത് വലിയ അപകടമാണ്. അതിനാൽ വലിയ ആശങ്കയോടെയാണ് ഞങ്ങൾ അവിടെ രാത്രി ചിലവഴിച്ചത്. രാത്രി തണുപ്പ് ഇനിയും കൂടുമെന്ന ഭയമുള്ളതുകൊണ്ട് വലിയ താമസമില്ലാതെ വളരെ ലളിതമായ അത്താഴം കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നു. കാരണം അടുത്ത ദിവസം ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ യാത്ര ആരംഭിക്കേണ്ടതുണ്ടായിരുന്നു. കൈലാസ പരിക്രമണത്തിന്റെ അവസാന ദിനം. കേവലം 6 മുതൽ 8 കിലോമീറ്റർ മാത്രമാണ് ഇനി ഞങ്ങൾക്ക് നടന്നു തീർക്കാൻ ഉണ്ടായിരുന്നത്. എങ്കിലും എത്രയും വേഗം യാത്ര പൂർത്തിയാക്കി ദർശനിലേക്ക് എത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ 3ാം ദിനം പുലർച്ചെ നേരം പുലരുന്നതിനും വളരെ മുൻപ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. വരും വഴികളിൽ കുതിരക്കാരും മറ്റും വലിയ സംഘങ്ങളും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കാനും തണുപ്പ് കടുക്കും മുൻപ് ഫിനിഷിംഗ് പോയിന്റിൽ എത്താനുമായിരുന്നു ഞങ്ങൾ ഇത്രയും നേരത്തെ തന്നെ ഇറങ്ങിയത്. ചുറ്റും കട്ട പിടിച്ച ഇരുട്ടുള്ള സമയം. ടോർച്ച് ലൈറ്റിന്റെ ചെറിയ വെളിച്ചത്തിൽ ഹിമാലയൻ താഴ്വരയിൽ വീശിയടിക്കുന്ന കൺകുളിർപ്പിക്കുന്ന തണുത്ത കാറ്റിനെ പ്രതിരോധിച്ച് ഞങ്ങൾ ഓരോ അടിയും മുന്നോട്ട് വെച്ചു. പ്രകൃതി പോലും തികച്ചും നിശബ്ദമായിരുന്ന ആ സമയത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓം നമഃശിവായ മന്ത്രങ്ങൾ മാത്രമായിരുന്നു മുഴങ്ങിക്കേട്ടിരുന്നത്. ആ ഇരുട്ടിലെ നടപ്പിനിടയിൽ കൈലാസ പരിക്രമണം കഴിയാൻ പോകുന്നതിൻ്റെ വിഷമം ഞങ്ങളിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭക്തർ ചവിട്ടിമെതിച്ച ആ പാതകളിലൂടെ നടക്കുമ്പോൾ വലിയൊരു ഭക്തി നിർഭരമായ അനുഭൂതിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഈ അവസാന ദിന യാത്രയിൽ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ആദ്യ ദിനത്തിലും 2ാം ദിനത്തിലെ ഡോൾമ പാസ് വരെയുമെല്ലാം പ്രപഞ്ചനാഥന്റെ ആ ദിവ്യരൂപം
കൈലാസപർവ്വതം ഞങ്ങൾക്ക് കൺമുന്നിൽ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഡോർമ പാസ് ഇറങ്ങി ഗൗരികുണ്ട് പിന്നിട്ടതോടുകൂടി കൈലാസനാഥന്റെ ദർശനം പൂർണ്ണമായി മറഞ്ഞിരുന്നു. അതെ, മടക്കയാത്രയിൽ മലനിരകൾക്കിടയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്ന് ഞങ്ങൾ വെറുതെ ആശിച്ചിരുന്നു എന്ന് പറയാം. നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു, എവിടെയെങ്കിലും ആ മഞ്ഞുമൂടിയ കൊടുമുടി തെളിഞ്ഞു കാണുമോ എന്ന്. എന്നാൽ ആ പവിത്ര ദൃശ്യം ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു. സാക്ഷാൽ കൈലാസനാഥൻ തങ്ങളെ വിട്ട് അകലുകയാണെന്ന ചിന്ത വലിയൊരു വിങ്ങലായി ഞങ്ങളുടെ ഉള്ളിൽ കിടന്നു. മണിക്കൂറുകൾ നീണ്ട കാൽനട യാത്രയ്ക്കൊടുവിൽ ദൂരെ നിന്നും ഞങ്ങൾ കൈലാസ പരിക്രമണത്തിന്റെ അവസാന അതിർത്തിയായ ദാർച്ചനിലെ ഫിനിഷിംഗ് പോയിന്റ് കണ്ടു തുടങ്ങി. അതേസമയം അവിടെ അടുത്ത് പ്രാദേശിക ടിബറ്റൻ ആചാരങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. മൺപാതയുടെ വശങ്ങളിലായി ഭക്തർ കല്ലുകൾ ഒന്നൊന്നായി മുകളിൽ അടുക്കി വെച്ച് നിർമ്മിച്ച കൽഗോപുരങ്ങളും കാണാൻ കഴിഞ്ഞു. ഈ ഭാഗത്ത് വെച്ചാണ് ടിബറ്റിലെ ബുദ്ധമതക്കാരും ബോൺ മതക്കാരും അവരുടെ പരിക്രമണം ആരംഭിക്കുന്നത്. കല്ലുകൾ കൂട്ടിവെച്ച് അവിടെ തങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരുടെയും ദൈവങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥനയോടെയാണ് അവർ പരിക്രമണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഠിന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ അവർ അവിടെ ഇരുന്ന് നമ്മുടെ മധുരപ്പൊങ്കലിന് സമാനമായ ഡ്രസ്സി എന്ന പ്രത്യേക മധുര പലഹാരം തയ്യാറാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാക്ഷാത്കരിച്ച സന്തോഷത്തിൽ ആ മധുര ഭക്ഷണം കഴിച്ച് പരസ്പരം കെട്ടിപ്പുണർന്ന് ചിത്രങ്ങൾ പകർത്തി അവർ ആ നിമിഷം ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിലും അത്ഭുതവും വലിയൊരു നിർവൃതിയും നിറഞ്ഞു. ചേട്ടാ, എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? വളരെ സന്തോഷം. ജീവിതത്തിൽ ധന്യമായൊരു മുഹൂർത്തം. വളരെ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ രഘുവംശം പഠിപ്പിച്ചു തന്ന അധ്യാപകനോട് വളരെയധികം കൃതജ്ഞത ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം വന്ന് ഹിമവാന്റെ പ്രത്യേകതകളും ഹിമാലയത്തിൻ്റെ പ്രത്യേകതകളും അതിൽ ഓരോ ഭാഗം കൈലാസത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ ഋഷി സാന്നിധ്യത്തെക്കുറിച്ചും മഹാമേരുക്കളുടെ പ്രത്യേകതകൾ, ഈ ലോകത്തിൻ്റെ നമ്മൾ സ്വർഗമുണ്ട്, ഭൂമി, പാതാളം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സങ്കല്പങ്ങൾ പറയുന്നതിൽ ഏറ്റവും മഹനീയമായ ഭാഗങ്ങൾ കാണുന്നതെങ്കിൽ ഹിമാലയത്തിലേക്ക് എത്തണം. ഹിമാലയം നമുക്ക് ഒരു നിധിയാണ്. അവിടെ പോകേണ്ടത് ജീവിതത്തിൽ ഒരു അനിവാര്യ ഘടകമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പോകുന്നത്. കൈലാസം പുതിയതല്ല മുരളിച്ചേട്ടന്, പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഉണ്ടാവുന്ന അനുഭവങ്ങൾ പുതിയതാണോ? ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ അനുഭവങ്ങൾ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ആദ്യത്തെ തവണ വരുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. അതിനുശേഷം എക്സിറ്റ് പോയിന്റിലേക്ക് അടുക്കും തോറും ഉള്ളിൽ അനുഭവപ്പെട്ട മാനസികാവസ്ഥ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല എന്ന് പറയാം. ഒരു വശത്ത് മാസങ്ങളോളം ആഗ്രഹിച്ച് കഠിനമായ വെല്ലുവിളികളും ശാരീരിക ബുദ്ധിമുട്ടുകളും മറികടന്ന് കൈലാസ പരിക്രമണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ അതിരറ്റ സന്തോഷവും ആശ്വാസവുമായിരുന്നു. എന്നാൽ മറുവശത്ത് ഉള്ളിൽ വലിയൊരു ശൂന്യതയും അതിയായ സങ്കടവും നിറഞ്ഞു നിന്നു. ഇനി ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന് അറിയില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ്റെ സന്നിധാനത്തോട് ഇത്രയും ദിവസം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ ദിവ്യഭൂമിയോട് വിട പറഞ്ഞു പിരിയുന്നു എന്നത് സങ്കടമുള്ള കാര്യമാണ്.
സന്തോഷവും സങ്കടവും ഭക്തിയും ആശ്വാസവും എല്ലാം കൂടിച്ചേർന്ന തികച്ചും വികാരനിർഭരമായ ഒരവസ്ഥയായിരുന്നു അത്. എന്താണ് നിർമ്മലിച്ചിക്ക് പറയാനുള്ളത്? ഓം നമ ശിവായ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വന്നു ചേരാൻ സാധിച്ചത്. അതിന് ഭഗവാനോട് എത്ര പറഞ്ഞാലും തീരില്ല. അതുപോലെ എനിക്ക് അങ്ങനെ ആളുകളെ വരാൻ വേണ്ടിയിട്ട് സഹായിച്ച അതും ഭഗവാന്റെ കടാക്ഷം തന്നെയാണ്. പിന്നെ കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം എനിക്ക് റിജക്റ്റ് ആയതാണ്. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് വയസ്സ് ഓവറായതാണ്. അപ്പോൾ എനിക്ക് വരാൻ ഭഗവാൻ എനിക്ക് സഹായിച്ച് ഭഗവാനെ നിർമ്മലിച്ചിട്ട് കാണണമെന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഭഗവാനെ അതിന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അവസരം കിട്ടണേ. എന്തായാലും എന്നെ ഭഗവാൻ കടാക്ഷിച്ചതിന് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഹർ ഹർ മഹാദേവ്. ചേട്ടാ, ഭഗവാന്റെ മുന്നിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഒരുപാട് കാലം കാണാൻ കൊതിച്ച ഒരിടത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ നിമിഷത്തിൽ? മഹാപുണ്യം, അതോ മറ്റാരോ ചെയ്ത പുണ്യം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളടങ്ങിയ ഈ ടീമിന് ഇന്ന് മണ്ണിൽ നിൽക്കാൻ തന്നെ സാധിച്ചത്. അതാണ് അത്രയേ പറയാനുള്ളൂ. ഒരുപാട് പേരുടെ സ്വപ്നമാണ്, എന്നാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കാത്തതുമാണ്. ലൈഫ് ആംബിഷനാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വിസ്മയം തന്നെയാണ് ഇത് തോന്നുന്നത്. ജയ് ഭഗവാൻ. ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു നിമിഷം വിവരിക്കാൻ? ആഗ്രഹിച്ചിട്ടാണ്. എന്തോ ഈശ്വരാനുഗ്രഹം, മഹാദേവൻ്റെ ഒറ്റ അനുഗ്രഹം. അന്നപ്പോൾ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല, കണ്ണു നിറഞ്ഞു പോയി. ഇത്ര അടുത്തു നിന്ന് ഈ കൈലാസപർവ്വതം ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു പുണ്യം എൻ്റെ ജീവിതത്തിന് ഇനി ഉണ്ടാവാനില്ല. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വളരെ വളരെ സന്തോഷം. ഇത്രയും അടുത്തു നിന്ന് ഈ ദർശനം ലഭിക്കാതും ഇത്ര ക്ലാരിറ്റിയോടുകൂടി അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. സന്തോഷം. ചേച്ചി, എത്രത്തോളം സന്തോഷമുണ്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ അറിയുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നടന്നു കിട്ടിയിരിക്കുന്നത്. 2008 MK രാമചന്ദ്രൻ സാറിൻ്റെ ബുക്ക് വായിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്രാപ്യമായിട്ട് തോന്നിയിരുന്നു. സാറിൻ്റെ ബുക്കിൽ നിന്നാണ് ചാർധാം പോയതും എല്ലാ യാത്രകളും ചെയ്തത് ആ ഒരു സാറിൻ്റെ ബുക്കുകളിൽ നിന്നാണ്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് അതുകൊണ്ട്. പിന്നെ മാതാപിതാ ഗുരു ദൈവം അവരുടെ ആശീർവാദം കൊണ്ടാണ്. നമ്മുടേതായിട്ടൊന്നും അന്ന് തോന്നുന്നില്ല പൂർവികരുടേത്. ഇത് ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്രയും ക്ലാരിഫിക്കേഷനിൽ ഇത്രയും നന്നായിട്ട് കിട്ടുന്നത്, ഇത്രയും ക്ലാരിറ്റിയിൽ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു കേട്ടോ. എക്സിറ്റ് പോയിന്റിൽ ഞങ്ങളെയും കാത്ത് തീർത്ഥയാത്രയുടെ വാഹനങ്ങൾ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അവസാനമായി കൈലാസത്തിലേക്ക് നോക്കി തൊഴുത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ വാഹനങ്ങളിൽ കയറി ഞങ്ങൾ നേരെ യാത്ര ആരംഭിച്ച ബേസ് ടൗണായ ദാർച്ചനിലെ ഹോട്ടലിലേക്ക് തിരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആദ്യ ദിനമായ ദിരാപുക്കിൽ നിന്നും പരിക്രമണം ഉപേക്ഷിച്ച് ഹോട്ടലിലേക്ക് മടങ്ങേണ്ടി വന്ന ഞങ്ങളുടെ സഹയാത്രികർ അവിടെ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. സുരക്ഷിതമായും സന്തോഷത്തോടെയും തിരികെ എത്തിയ ഞങ്ങളെ അവർ വലിയ സ്നേഹത്തോടെയും ആദരവോടെയും സ്വീകരിച്ചു. തുടർന്ന് എല്ലാവരും ഒന്നിച്ച് ഹോട്ടലിൽ നിന്നും ചൂടുള്ള പ്രഭാത ഭക്ഷണം കഴിച്ചു. പരിക്രമണത്തിലുണ്ടായ അനുഭവങ്ങൾ ഓരോരുത്തരും അവിടെ പങ്കുവച്ചു. അല്ല, ഞാൻ വളരെ കുട്ടിക്കാലഘട്ടം തൊട്ടേ തന്നെ ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം
ഞാനിവിടെ വരുമ്പം വളരെ യാദൃശ്യമായിട്ടാണ് വൈവാഹിക ജീവിതത്തിൽ മഹാദേവൻ്റെ അടുത്ത അമ്പലത്തിനടുത്ത് താമസിക്കുന്നൊരു വിവാഹബന്ധം എന്നിലുണ്ടായത്. ഇങ്ങനെ പുള്ളിക്കാരിയുടെ ആഗ്രഹവും ഇഷ്ടമാണ് മഹാദേവനെ കാണണമെന്നുള്ളതും കൈലാസത്തിൽ വരണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈലാസത്തിലേക്ക് വന്ന് എനിക്ക് ഒരു 21 വയസ്സ് തൊട്ട് ഞാൻ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവിടെ വന്നപ്പം എനിക്ക് ദേവിയെ കൈലാസത്തിൽ അഷ്ടപത്തിൽ അവിടെ വന്നിരുന്നിട്ട് ചരൺ സ്പർശൻ്റെ ഭാഗത്ത് ലളിതാ സഹസ്രനാമം ജപിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ലളിതാ സഹസ്രനാമം ജപിച്ച് 10 3 ഭാഗം വരെ എത്തിയപ്പോഴത്തേക്കും കൈലാസത്തിൻ്റെ ആ മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് താഴ് പോർഷനിലായിട്ട് ഭയങ്കരമായ ഒരു ഗ്ലിറ്ററിങ് വൈറ്റ് ഫീൽ ചെയ്തു. അത് എനിക്ക് ഫീൽ ചെയ്തത് അത് ദേവിയുടെ മൂക്കുത്തിയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പോൾ അത് ആ മൂക്കുത്തിയെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് അതിശക്തമായ ഒരു കാറ്റ് ആ പ്രദേശത്ത് തണുത്ത കാറ്റുണ്ടായി. അപ്പം ഞാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ചുണ്ടും നാക്കും എല്ലാം മരവിച്ചു പോയി, ഫ്രീസായിപ്പോയി. ആക്ച്വലി എനിക്ക് നാമം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ തെറ്റിയത് റീവൈൻഡ് ചെയ്ത് വീണ്ടും ജപിക്കാൻ തുടങ്ങിയിട്ടും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ആ ദേവിയുടെ സാന്നിധ്യത്തിൽ ലളിതാ സഹസ്രനാമം പൂർണ്ണമായി ജപിക്കുക സാധ്യമാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എനിക്കത് ഒരു അനുഭവം ഉണ്ടായി. കാരണം ആ ഒരു ഗ്ലിറ്ററിങ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പ്യുവർ വൈറ്റ് ലൈഫിൽ വേറെ ഒരു സ്ഥലത്തും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അനുഭവമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആയിട്ട് പറയാനില്ല. എനിക്ക് ഓരോ ടൈമിലും എനിക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ചരൺ സ്പർശനെ ഞാൻ 2-3 തവണ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ പോകാൻ പാടില്ല, നമ്മൾ അങ്ങനെ തിരിച്ച് റിട്ടേൺ വന്നു. പിന്നെ ഹസ്ബൻഡ് പോയി, അപ്പോഴും ഞാൻ കൂടെ പോയില്ല. അങ്ങനെ ഞാൻ നമ്മുടെ കൂടത്തിൽ പോയ ഒരു ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞ് അവിടെയാണ് നമ്മൾ ഈ ബേൽപത്ര ആ ഇല നമ്മൾ അർപ്പിച്ച് നമ്മുടെ പൂർവ്വികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കാരണം ആ ടൈമിൽ ഞാൻ കയറിപ്പോയിരുന്നെങ്കിൽ ഇതൊന്നും എൻ്റെ കയ്യിൽ കാണത്തില്ലായിരുന്നു. ഞാൻ റൂമിൽ പോയി ആ ഇലയും പിന്നെ ഞാൻ ജപിക്കുന്ന മാലയും കൂടെ കയ്യിലെടുത്തിട്ടാണ് ഞാൻ ചരൺ സ്പർശന് പോകുന്നത്. അവിടെ ഇങ്ങനെ തൊഴിൽ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരിപ്പിടം പോലെ ഒരു നല്ല ഫ്ലാറ്റ് കല്ല് കിട്ടി. അതങ്ങനെ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ദൈവനാമം ജപിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ തൊഴുത് കണ്ണുറക്കുമ്പോൾ എനിക്ക് ശരിക്കും ദൈവരൂപകങ്ങളെല്ലാം മഹാദേവനായാലും ദേവി, ഗണപതി, സുബ്രഹ്മണ്യൻ സ്വാമി ഇതൊക്കെ കണ്ട് ശരിക്കും മനസ്സ് നിറഞ്ഞാണ്. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ മുകളിൽ കയറിയ ഒരു 2 സെക്കൻഡ് കൊണ്ടാണ് എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നത്, ആ ഒരു എനർജി കിട്ടിയത്. അതുപോലെ തന്നെ അഷ്ടപത്തായാലും നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് കേൾക്കുന്ന ഇതിനു മുമ്പൊക്കെ വിസിബിലിറ്റി വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. ചിലപ്പോൾ 3-5 സെക്കൻഡ്സ് ഒക്കെ 5 മിനിറ്റ്സ് ഒക്കെ കിട്ടാറുള്ളൂ. പക്ഷെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ നിന്ന് നമുക്ക് ഫുൾ നല്ല വ്യൂ ആയിരുന്നു. അവിടെയും നിന്ന് നല്ല പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ മൊബൈൽ തിരിച്ച് കിട്ടുന്നതും. കാരണം നമ്മൾ രണ്ടുപേരുടെയും സിം അതിനകത്തായിരുന്നു. നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു, ഔട്ട് ഓഫ് കണക്ടിവിറ്റി ആയിരുന്നു. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ ആ സമയത്ത് നമുക്ക് റേഞ്ചും കണക്ടിവിറ്റി ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഈ കൈലാസ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഇനി നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടും നമ്മളാണ് പോയി പ്രാർത്ഥിച്ചത്. അപ്പം നമ്മുടെ ആഗ്രഹമായിരുന്നു അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ലൈവായിട്ട് അവരെ ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ അവർ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഭയങ്കര വിഷമം തോന്നി. പക്ഷേ മധു സാറുടെ ഒരു ഹെൽപ്പ് കാരണം ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം തോന്നുന്നത് സാറുടെ മൊബൈലാണ് സാർ നമുക്ക് തന്നത്. അവിടെ പോയി നിങ്ങൾ ഷൂട്ട് എടുത്തോളൂ, വീഡിയോ കോൾ എടുത്തോളൂ. അപ്പം ആ ഒരു കണക്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ആ സാറുടെ ത്രൂ തന്നെ നമ്മുടെ ഫാമിലിക്കും ആ ഒരു കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് വളരെ വളരെ നന്ദി. ഏറ്റവും അന്തിമമായി ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നുവോ ദൈവം അത്രത്തോളം നമ്മളോട് അടുക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു യാത്ര കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സത്യം.
ഭക്ഷണത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ദാർച്ചനയിലെ ചെറിയ പ്രാദേശിക കടകളിൽ നിന്നും കൈലാസനാഥൻ്റെ ഓർമ്മയ്ക്കായി ചില പവിത്ര സാധനങ്ങളും ഉപഹാരങ്ങളും ഞങ്ങൾ വാങ്ങി. വലിയൊരു മഹായാത്ര വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ ദാർച്ചനയിലെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഉച്ചയോടെ ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ സാഗരയിലേക്കുള്ള നീണ്ട മടക്കയാത്ര ആരംഭിച്ചു. വളരെ വികാരനിർഭരവും എന്നാൽ അതോടൊപ്പം തന്നെ തികച്ചും ആഹ്ലാദഭരിതവുമായിരുന്നു ആ മടക്കയാത്ര. ബസ്സിലുണ്ടായിരുന്ന ഓരോ തീർത്ഥാടകന്റെയും മുഖത്ത് ദിവ്യമായ ഒരു പ്രകാശവും ആത്മീയ നിർവൃതിയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാധിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച, പ്രാർത്ഥിച്ച ഏറ്റവും വലിയൊരു മഹാസ്വപ്നം ഭഗവാന്റെ അനുഗ്രഹത്താൽ സഫലമാക്കിയതിന് സന്തോഷമായിരുന്നു എല്ലാവർക്കും. வணக்கம், என் பேர் மகாலட்சுமி நரேந்திரன். ஆக்சுவலாக இந்த பிளான் வந்து பார்த்தீங்கன்னா ரொம்ப நாளாக நாங்கள் நினச்சிக்கிட்டே இருந்தோம் போகணும் அப்படின்ட்டு. பட் ஆனால் ஆல் திஸ் ஹேப்பன்ட் இன் 15 days பிகாஸ் பிந்து அக்கா அண்ட் ஹஸ்பண்ட் வாஸ் ஹிஸ் ஃப்ரெண்ட். ஸோ வி டோல்ட் ஹிம் about this. Suddenly he told that this batch is going May 15th. So you just go and ask her அப்படின்னு சொன்னாங்க. So we asked her akka. So she told that I will confirm with Madhu brother and I will tell. So luckily we got this opportunity to see Appa and Amma. It's full of blessing. Everybody who came this to Yatra is fulfilled of Appa and Amma in heart. So what I'm telling to do is Tirtha Yatra, they have made this to happen. They are the bridge to reach Appa and see how this made us happen. So please follow what the guide, what Madhu Anna and Sajan Anna, Murali Anna, they are saying. Please blindly follow that. And our journey will be very, 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 will be nice and peaceful. Thank you so much for this, Janam TV, for this opportunity. Thank you. How was your experience when you saw Kailash? That can't be expressed. See, Appa and Amma hold everybody's hands, and he took to the Parikrama. Parikrama means we say it as Girivalam in Tamil. So in full Girivalam, Appa and Amma was holding not only our hand, everybody's hand they hold it. They made it happen to see. And luckily there was no fog, nothing was there. We can able to see all the faces of him very clearly, and I can't express in words. അഷ്ടപതിലെത്തിയപ്പോൾ മധു ഞങ്ങളോട് പറഞ്ഞത് കുറേ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞത്. പക്ഷേ അവിടെ എത്തിച്ചേർന്നപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ശൂന്യമായിരുന്നു. ഒന്നും ഭഗവാനോട് ഞാൻ വ്യാഴ്ചില്ല. കാരണം വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ കൈലാസയാത്ര പൂർത്തീകരിക്കാൻ പറ്റി. അതിനുശേഷം വടക്ക് വശത്തുള്ള ഭഗവാന്റെ ആ രൂപം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദർശിച്ചത് ഞാൻ വിഘ്നേശ്വരനായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടത് ശിവനെയും പാർവതിയുടെ രൂപമാണ്. അറിയില്ല സന്തോഷം കൊണ്ടാണോ എന്താണെന്നറിയില്ല, കുറേ കരച്ചിൽ വന്നു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അങ്ങനെ അതൊന്നും പ്രതീക്ഷിച്ചെന്നല്ല വന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം മനസ്സ് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഇനി ജീവിതത്തിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വിരോധമില്ല. ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു യാത്രയായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ജീവിതത്തിൽ നമ്മുടെ ഭൂമിയിലെ ഈ പ്രകൃതിയും ശക്തിയും മഹാദേവനും എല്ലാം കൂടി ചേർക്കുമ്പോൾ നാം എന്ന മനുഷ്യർ ഒന്നുമല്ല, നിസ്സാരമായ ഒന്നുമല്ലാത്തൊരു ഇതാണ് ഈ മനുഷ്യജന്മം എന്ന് തോന്നിപ്പോയി. നാം ഒന്നുമല്ല, ഓരോരോ ഈ ഒരു ശക്തിക്ക് മുന്നിൽ നമ്മളെ വെറും നിസ്സാരക്കാരാന്ന് തോന്നിപ്പോയി. അങ്ങനെ 3 ദിവസത്തെ കൈലാസ പരിക്രമണത്തോടുകൂടി കൈലാസം തേടിയുള്ള ജനം TV വാർത്താ സംഘത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ജീവിതകാലം മുഴുവൻ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന അത്രയും പുണ്യവുമായാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഈ കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു. ഓം നമഃ ശിവായ. Namaha
വഴിയിലുടനീളം ഭക്തിഗാനങ്ങളും ഓം നമഃശിവായ മന്ത്രങ്ങളും ഓരോരുത്തരുടെയും അനുഭവം പങ്കുവെക്കലുകളുമായി ആ മടക്കയാത്ര തികച്ചും അവിസ്മരണീയമായി മാറി. കൈലാസനാഥന്റെ അനുഗ്രഹം എന്നും കൂടെയുണ്ടാകുമെന്ന ഉറപ്പോടെ ഞങ്ങൾ സാഗയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. സാഗയിലെ ഒരു ദിവസത്തെ താമസത്തിന് ശേഷം പിന്നീട് കെറോങ്ങും നേപ്പാളും പിന്നിട്ട് വേണം തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ. ആ യാത്രയുടെ വിശേഷങ്ങളും കൈലാസ പരിക്രമണത്തിന്റെ അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.